ഭാരതാംബ വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കി മുഖ്യമന്ത്രി. രാജ്ഭവനെ RSSന്റെ അജണ്ട നടപ്പാക്കുന്ന ശാഖയാക്കി മാറ്റാൻ അനുവദിക്കില്ല. ഭരണഘടന അംഗീകരിക്കുന്ന രീതിയിലല്ല ഭാരതാംബയുടെ ചിത്രീകരണമെന്നും ചിത്രത്തിലുള്ളത് RSSന്റെ കൊടിയാണെന്നും അത് എല്ലാവരും ബഹുമാനിക്കണമെന്ന് പറയുന്നത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. RSS ഭരണഘടനയോട് അസഹിഷ്ണുത കാട്ടിയിട്ടുള്ള സംഘടനയെന്നും സ്വതന്ത്ര ഇന്ത്യയുടെ പതാക കാവി നിറത്തിൽ വേണമെന്ന് ആവശ്യപ്പെടുന്നതായിരുന്നുവെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. രാജ്ഭവനുമായി ബന്ധപ്പെട്ട ഭാരതാംബ വിവാദത്തിൽ ഗവർണർക്കെതിരെ ഒരക്ഷരം മിണ്ടാൻ മുഖ്യമന്ത്രി തയ്യാറാകുന്നില്ല എന്ന പ്രതിപക്ഷത്തിന്റെ നിരന്തര വിമർശനത്തിനൊടുവിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം. RSSന്റെ അജണ്ട നടപ്പാക്കാൻ രാജ്ഭവനെ അനുവദിക്കില്ലെന്നും ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണതെന്നും മുഖ്യമന്ത്രി കടുത്ത ഭാഷയിൽ നിലപാട് വ്യക്തമാക്കി. ഈ ഭാരതാംബയുടെ കയ്യിലെ കൊടി അത് RSSന്റെ കൊടിയാണെന്ന് പരസ്യമായി ഏകദേശം അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ എല്ലാവരും. അത്തരം ഒരു കൊടിയായിട്ടാണല്ലോ ഭാരതാംബയെ മുന്നോട്ടിറക്കിയത്. ഇപ്പോൾ RSSന്റെ ചിഹ്നങ്ങളെ RSSകാർ ബഹുമാനിക്കും. അത് ബഹുമാനിച്ചോട്ടെ, അത് ബഹുമാനിക്കേണ്ടെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ അതെല്ലാവരും അംഗീകരിച്ചോളണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. രാജ്ഭവനിൽ പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളും വസ്തുക്കളും പൊതുവെ രാജ്യത്തിന് അംഗീകരിക്കാൻ കഴിയുന്നതാകണമെന്നും രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള വേദിയാക്കി മാറ്റാൻ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്വതന്ത്ര ഇന്ത്യയുടെ രൂപീകരണ സമയത്ത് ഭരണഘടനയോട് അസഹിഷ്ണുത കാട്ടിയ സംഘടനയാണ് RSS എന്നും മനുസ്മൃതി ഉയർത്തിക്കാട്ടിയിരുന്ന പ്രസ്ഥാനമെന്നും മുഖ്യമന്ത്രി വിമർശിച്ചു. ആ ഭരണഘടന രൂപം കൊണ്ട അപ്പം തന്നെ RSS അതിനോട് വിയോജിച്ചു. ഭരണഘടനയെ എന്തുമായിട്ടാണ് അവർ താരതമ്യപ്പെടുത്തിയത്? ഇതല്ല ആവശ്യം, മനുസ്മൃതിയാണ്. അപ്പോൾ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയാണ് അവർ ഉയർത്തിപ്പിടിച്ചത്. അതേസമയം സർക്കാരിന്റെ നിലപാടാണ് കൃഷിമന്ത്രി രാജ്ഭവനെ അറിയിച്ചതെന്നും അത് ഗവർണർക്ക് ബോധ്യപ്പെട്ടുവെന്നും ഔദ്യോഗിക പരിപാടികളിൽ ഇത്തരം ചിഹ്നങ്ങൾ വെക്കില്ലെന്ന് രാജ്ഭവനിൽ നിന്ന് അറിയിക്കുന്ന നിലയുണ്ടായി എന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം.